ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്നറിയുമോ? ഏറ്റവും അധികം സെർച്ച് ചെയ്തിട്ടുള്ള വാക്കാണ് ഹാപ്പിനെസ്. നമ്മൾ ഗൂഗിളിൽ ഹാപ്പിനെസ്സിനെ കുറിച്ച് ചെക്ക് ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? രണ്ടാമതായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന വാക്ക് റിലേഷൻഷിപ്സ് ആണ്. പിന്നെ പേരൻറ്റിങ്ങിനെ കുറിച്ചും ആളുകൾ ധാരാളം സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവയിൽ എല്ലാത്തിലും പ്രധാനമായി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന വാക്കാണ് ഡിപ്രഷൻ. ഇങ്ങനെയുള്ള വാക്കുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവയെക്കുറിച്ചുള്ള ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് കിട്ടും. സന്തോഷം എന്നാൽ എന്താണ്, ഒരു ബന്ധം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ അതിൽ നിന്നും കിട്ടും. പക്ഷേ ഇൻ്റർനെറ്റിന് നമ്മുടെ ഉള്ളിലെ ഇമോഷൻസിനെ കുറിച്ചുള്ള തിരിച്ചറിവ് തരാൻ കഴിയില്ല. എങ്ങനെ സന്തോഷമായിരിക്കാം, സുന്ദരമായ ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം, ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ഇൻ്റർനെറ്റിന് പറ്റില്ല. ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞു തരാനും കഴിയില്ല. ഇവയൊക്കെ മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മൾ ആദ്യം പുറം ലോകത്തു നിന്നും ഒന്ന് ഷിഫ്റ്റ് ആവണം. എന്നിട്ട് നമ്മുടെ ആന്തരിക ലോകത്തെ ചെക്ക് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടുന്ന മറുപടികൾ ഒരിക്കലും പുറമേ ആർക്കും പറഞ്ഞു തരാൻ പറ്റാത്തവയാണ്. എൻ്റെ ആന്തരിക ലോകത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഉള്ളിലെ ലോകത്തെ പുറമേയുള്ള ആർക്കും കാണാൻ കഴിയില്ല. ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതിൽ നിന്നും എൻ്റെ ഉള്ളിലെ ലോകത്തെ അറിയാൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ എന്താണോ നടക്കുന്നത് അതാണ് എൻ്റെ ആന്തരിക ലോകം. അതേക്കുറിച്ച് ഒരാൾക്ക് മാത്രമേ ശരിക്ക് അറിയുകയുള്ളൂ. ഇന്ന് എൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് ഒരാൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആരാണ് ആ വ്യക്തി? ആരാണത്? ഞാൻ. കുറച്ച് സമയമെടുത്ത് മാത്രമേ എനിക്ക് എന്നെ ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം എനിക്ക് മാത്രമേ എന്നെ ചെക്ക് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും കഴിയുകയുള്ളൂ. മാത്രമല്ല എൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനും നിയന്ത്രിക്കാനും എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യാനായി പുറമേയുള്ള ഒരു വ്യക്തിക്കോ വസ്തുവിനോ എന്നെ സഹായിക്കാൻ ആവില്ല. അതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് സൈലൻ്റായി ഇരുന്ന് സ്വയം ചോദിക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾ ദിവസത്തിൽ പലതവണ പലരോടും ചോദിക്കാറുണ്ട്. ഹൗ ആർ യു എന്ന് നിങ്ങൾ പലരോടും ചോദിക്കാറില്ലേ? ഇന്ന് ഇതൊന്ന് സ്വയം ചോദിക്കണം. ഹൗ ആർ യു? നമ്മളിൽ എത്ര പേർ പൂർണ്ണമായും സുഖവും ശാന്തിയും ദിവസം മുഴുവനും അനുഭവിക്കാറുണ്ട്? പൂർണ്ണമായ ശാന്തി, സുഖം എന്നിവ നിലനിൽക്കണം. കാരണം അതാണ് നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ അടയാളം. മനസ്സിൻ്റെ സ്വാഭാവികമായ അവസ്ഥ, നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് അവർ മൈൻഡ് അതാണ്. ഒരു മനസ്സ് എപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് നിലനിൽക്കേണ്ടത്. സ്റ്റിൽ, കാം, പീസ്ഫുൾ, ഇൻ ചാർജ്, പവർഫുൾ, untouched and unaffected, not getting affected by the world. നമ്മൾ സ്വന്തം ലോകം സൃഷ്ടിക്കുകയും മുഴുവൻ ലോകത്തെ സ്വാധീനിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു മനസ്സിൻ്റെ നാച്ചുറലായ ഹെൽത്ത് ഉണ്ടാവേണ്ടത്. ഇങ്ങനെയൊരു അവസ്ഥ നമ്മളിൽ എത്ര പേർ മുഴുവൻ ദിവസവും അനുഭവം ചെയ്യുന്നുണ്ട്? എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലേ? എൻ്റെ മനസ്സിൻ്റെ സ്വാഭാവികമായ അവസ്ഥയെ എനിക്ക് ദിവസം മുഴുവനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എത്ര സമയം ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുകയെങ്കിലും വേണം. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം എന്നതിൽ നിന്നും
ദിവസം മുഴുവൻ അങ്ങനെ അനുഭവം ചെയ്യാനാവും എന്ന അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ആവണം. മനസ്സിൻ്റെ സ്വാഭാവികമായ അവസ്ഥ സുഖമായും ശാന്തമായും ഇരിക്കുക എന്നതാണ്. എന്നിട്ട് മനസ്സ് ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള വളരെ ശരിയായ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ശാന്തവും സുഖകരവുമായ അവസ്ഥ എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നല്ല അർത്ഥം. പുറമേ എത്ര കഠിനമായ സാഹചര്യം ഉണ്ടായാലും ഞാൻ ശാന്തമായിരിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെയധികം പ്രശ്നങ്ങൾ പുറമേ ഉണ്ടെങ്കിലും നമ്മൾ ഇളകാതെ ഉറച്ചിരിക്കുന്ന അവസ്ഥ. ചുറ്റുമുള്ള എല്ലാവരും വളരെ മോശമായി പെരുമാറിയാലും ഞാൻ ശരിയായ രീതിയിൽ മാത്രം പ്രതികരിക്കുക. അതാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇതിനെയാണ് പെർഫെക്റ്റ് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ രാജ്യം ഫിസിക്കൽ ഹെൽത്തിൽ നമ്പർ 1 ആണ് എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇമോഷണൽ ഹെൽത്തിലും നമ്പർ 1 ആവണം. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയരുത്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നില്ല. ഇത് മെൻ്റൽ ഹെൽത്ത് അല്ല, ഇത് ഇമോഷണൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്താണ് ഡിപ്രഷനിലേക്കും പിന്നെ വേറൊരു വലിയ ലിസ്റ്റിലേക്കും പോകുന്നത്. കാരണം മാനസികമായ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പലരും പറയും, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്കൊരു കുഴപ്പവുമില്ല. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇവിടെ വൈകാരികമായ ആരോഗ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനൊരു മാർക്ക് ഇടുകയാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള മാർക്ക് ഇമോഷണൽ ഹെൽത്തിൽ ഇടുകയാണെങ്കിൽ 10 മാർക്ക് പെർഫെക്റ്റ് ഇമോഷണൽ ഹെൽത്തിനും 1 മാർക്ക് ഏറ്റവും കുറഞ്ഞ ഇമോഷണൽ ഹെൽത്തിന് കൊടുത്താൽ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്കായിരിക്കും ലഭിക്കുക? പ്ലീസ് റാങ്ക് യുവർ സെൽഫ് 1 to 10. റാങ്ക് യുവർ സെൽഫ്. ഓരോരുത്തരും അവനവന് കൊടുത്ത മാർക്ക് അനുസരിച്ച് കൈ ഉയർത്തണം. 10, 9, 8, 7, 6, 5. എപ്പോഴും ഏറ്റവും കൂടുതൽ കൈകൾ 5-ൽ ഉയരാറുണ്ട്. 4, 3, 2, 1. ഇനി ബിലോ 1 ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ആരും തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുകയില്ല. ഇനി സ്വയം ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് അവനവന് ഈ മാർക്ക് നൽകിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് നൽകുന്നത്? 10 എന്ന മാർക്കിൽ ആരും കൈ ഉയർത്തിയില്ല. അതുകൊണ്ട് അതിലും താഴെയുള്ള മാർക്കുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനവന് നൽകിയത്? അതിന് ഒരു കാരണമുണ്ടാവുമല്ലോ. അതെന്താണ്? നിങ്ങൾ ഏത് മാർക്ക് നൽകി കൈ ഉയർത്തിയാലും കുഴപ്പമില്ല. കാരണം നമ്മളിൽ ഓരോരുത്തർക്കും അവനവന് 10 മാർക്ക് നൽകാനുള്ള അത്ര ശക്തിയുണ്ട്. അത് നാളെ തന്നെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് നമ്മുടെ നാച്ചുറൽ ഹെൽത്ത്. എന്നാൽ എന്ത് കാരണത്താലാണ് നമ്മൾ അവനവന് വെവ്വേറെ മാർക്കുകൾ നൽകിയത്? എന്തായിരിക്കും അതിന് കാരണം? ഞാൻ എൻ്റെ പൂർണ്ണമായ വൈകാരിക ആരോഗ്യത്തിലല്ല എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? ഞാൻ എൻ്റെ പെർഫെക്റ്റ് ഇമോഷണൽ ഹെൽത്തിൽ അല്ല ഉള്ളത്. കാരണം എന്താണ്? പറയൂ. നമ്മളെ പലതും സ്വാധീനിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചുറ്റുപാടുകൾ സ്വാധീനിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ചുറ്റുപാടുകൾ കാരണം അസ്വസ്ഥമാകുന്നവർ എല്ലാവരും ഒന്ന് കൈ ഉയർത്തു. പെർഫെക്റ്റ് ഇമോഷണൽ ഹെൽത്തിന് 10 മാർക്ക് എന്നാൽ എൻ്റെ ഇമോഷൻസ് ഒന്നും എൻ്റെ ചുറ്റുപാടുകളെ ആശ്രയിച്ചല്ല ഉള്ളത് എന്നാണ് അർത്ഥം. 9 മാർക്ക് എന്നാൽ ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ ചുറ്റുപാടുകളുടെ പ്രഭാവത്തിൽ വരാറുണ്ട്. ഇനി ഇതിൽ നിന്നും താഴെയായി 1 മാർക്ക് വരെ നോക്കിയാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ,
സോഷ്യൽ മീഡിയയിൽ എൻ്റെ പോസ്റ്റ് ആരെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിൽ, അപ്പോൾ പോലും അസ്വസ്ഥമാകുന്ന ഒരവസ്ഥ. ഇതാണ് 1 മാർക്ക് ലഭിക്കുന്നവരുടെ ഇമോഷണൽ ഹെൽത്ത്. വളരെ ചെറിയൊരു കാര്യം മതി. എനിക്ക് അനുകൂലമല്ലാത്ത എന്തും എന്നെ അസ്വസ്ഥമാക്കും. പുറം ലോകത്ത് എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ലാത്ത എന്തും തന്നെ എൻ്റെ ചുറ്റുപാടിൽ നടന്നാൽ ഞാൻ അസ്വസ്ഥമാകും. എൻ്റെ ചുറ്റുപാടുകൾ എൻ്റെ കുടുംബമാകാം, എൻ്റെ കൂട്ടുകാരാകാം, എൻ്റെ ജോലിസ്ഥലമാകാം, അങ്ങനെ എന്തുമാകാം. ഇതിൽ നമ്മൾ കാലാവസ്ഥയെ പോലും കുറ്റം പറയാറുണ്ട്. നല്ല ചൂടാണ് എന്നൊക്കെ പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും ഒപ്പം ബാധിക്കുന്നു. ചൂട് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സമ്മതിച്ചു. നമ്മൾ നല്ല കാലാവസ്ഥയിൽ ജീവിച്ചിരുന്നവരാണ്. പെട്ടെന്ന് നമുക്ക് ശീലമല്ലാത്ത കാലാവസ്ഥ ഉണ്ടാവുന്നു. ഇതിൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ മനസ്സിന് അതിലും ശാന്തമായും സ്റ്റേബിളായും ഇരിക്കാനാവും. ഇത് ശ്രദ്ധിക്കണം, ഡിഫറൻസ് മനസ്സിലാക്കണം. ചുറ്റുപാടുകൾ സ്വാധീനിക്കുകയും തീരെ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? എൻ്റെ ചുറ്റുപാടുകൾ എപ്പോഴും എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ഉള്ളത്. ആളുകൾ, കാലാവസ്ഥ, ട്രാഫിക്, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അയൽക്കാരൻ, ഇത്രയും കാലം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി, അങ്ങനെ പലതും എനിക്ക് അനുകൂലമാവാതിരിക്കാൻ സാധ്യതയുണ്ട്. അവരങ്ങനെയാണ്, അതിലൊരു കുഴപ്പവുമില്ല. അവർ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നടക്കുന്നില്ല. എന്നാൽ അത് നോർമലാണ് എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴും ഓരോ തവണ പുറം ലോകത്തു നിന്നും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എൻ്റെ മനസ്സ് അതിൽ എഫക്റ്റഡ് ആവാൻ തുടങ്ങുന്നു. മനസ്സ് എഫക്റ്റഡ് ആവുമ്പോൾ അത് നോർമലാണ് എന്ന് നമ്മൾ പറയുന്നു. പുറം ലോകത്തെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എഫക്റ്റഡ് ആവും എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം മനസ്സിനെ ഇനിയും പല കാരണങ്ങളും കൊണ്ട് എഫക്റ്റഡ് ആവാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷമായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുറം ലോകത്തോട് പെർഫെക്റ്റ് ആവാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളോട് പെർഫെക്റ്റ് ആവാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ് ഒന്ന് ചേഞ്ച് ആവുമോ? എന്നാൽ ഞാൻ ഹാപ്പി ആവാം. പ്ലീസ് നന്നായി സംസാരിക്കൂ, എന്നാൽ ഞാൻ ഹാപ്പിയാകും. പ്ലീസ് ഇങ്ങനെ ഇരിക്കൂ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കംഫർട്ടബിളായി തോന്നും. അങ്ങനെ നമ്മുടെ പുറം ലോകം നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് കാണാനാണ് നമുക്കിഷ്ടം. നോക്കൂ, ഞാൻ 3 പ്രാവശ്യമായി ഈ ഹാളിൽ ലൈറ്റ് ഇടാൻ പറയുന്നു. ഇല്ല, അവരത് ചെയ്തതേയില്ല. ഇത് പുറം ലോകമാണ്. അവർ ഞാൻ പറയുന്നത് കേൾക്കില്ല. എന്നാൽ അവരത് ചെയ്യുന്നതിന് അവർക്ക് ഒരു കാരണവും പറയാനുണ്ടാവും. എന്നാൽ എൻ്റെ ഹാപ്പിനെസ് എന്നത് ഈ ഹാളിൽ ലൈറ്റ് ഉള്ളതാണ്, അതാണ് പെർഫെക്റ്റ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ലൈറ്റ് വന്നാലേ പെർഫെക്റ്റ് ആവുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ തീർച്ചയായും ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുക തന്നെ ചെയ്യും. ഞാൻ അസ്വസ്ഥമാവുകയും അപ്സെറ്റ് ആവുകയും ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് ആ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് അവർ ചെയ്തില്ല, അതുകൊണ്ട് പറയൂ, അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡായി. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ ആരുടെ തെറ്റാണ്? അവരുടെ കുഴപ്പമാണ്. അപ്പോൾ ആരാണ് ചേഞ്ച് ആവേണ്ടത്? അവർ ചേഞ്ച് ആവണം. ഇപ്പോൾ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോഴും അവർ എന്നെ നോക്കി ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോഴും അവർ ഇത് തന്നെയാണ് എന്നെ നോക്കി പറഞ്ഞത്. കാരണം ഞാൻ ചേഞ്ച് ആവാനായി റെഡി ആവാത്തതുകൊണ്ട് അവരും ഡിസ്റ്റർബ്ഡായി. നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കി വിരൽ ചൂണ്ടി പറയും, നിങ്ങൾ കാരണം ഞാൻ ഡിസ്റ്റർബ്ഡായി. അവർ തിരിച്ചും പറയും, നിങ്ങൾ കാരണം ഞാനും ഡിസ്റ്റർബ്ഡാണ്. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഈ അസ്വസ്ഥതകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചു തുടങ്ങി.
വി അക്സെപ്റ്റഡ്. അപ്സെറ്റ് ആവുന്നത് നോർമലാണ്, ദേഷ്യം വരുന്നത് നോർമലാണ്, ഇറിറ്റേറ്റഡ് ആവുന്നത് നോർമലാണ്, വിഷമമാകുന്നത് നോർമലാണ്. പിന്നെ ഡിപ്രഷനും നോർമലാണ് എന്നും ഇപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് ധാരാളം അപകടങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചേഞ്ച് ആവില്ല. വി ഡോണ്ട് ചേഞ്ച്. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? നമ്മൾ വളരെ ധനികരായിരിക്കും, വളരെ ഹെൽത്തി ആയിരിക്കും. എന്നാൽ നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ് എന്ന് നമുക്ക് പറയാനാവില്ല. നമ്മൾ പുറമേ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ഒപ്പം നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തിലും സക്സസ്ഫുൾ ആവണം. ഒരാൾ ഒരു വാക്ക് പറയുമ്പോഴേക്കും എൻ്റെ മനസ്സ് ആകെ ഇളകാൻ തുടങ്ങി. ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എത്ര പേരാണ് നിങ്ങളുടെ മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവർ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ സന്തോഷമായിരിക്കും. അവർ വേറൊരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ ഡൗൺ ആവുകയും ചെയ്യും. നിങ്ങൾ വളരെ സുന്ദരിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് തടിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആവുന്നു. ചുറ്റുമുള്ളവരുടെ ഒരു വാക്ക് മാത്രം മതി, നമ്മൾ ഹൈ ആവുകയും ലോ ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്നു. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആളുകൾ അവർക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് അത് പറയുന്നു. നമ്മുടെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്കെപ്പോഴും സന്തോഷമായി ഇരിക്കാനും കഴിയുന്നില്ല. എല്ലായ്പ്പോഴും സന്തോഷമായി ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവർ കാരണം എന്ന് എപ്പോഴും പറയുന്നത്. ആളുകളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കും, ഇതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ? അവരെപ്പോഴും ഇങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി നമുക്ക് ഗ്യാരണ്ടി നൽകാനാവുമോ? നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി നൽകാൻ നമുക്ക് പറ്റുമോ? നമുക്ക് 2 ലോകങ്ങളുണ്ട്. ആന്തരിക ലോകം അഥവാ ഇന്നർ വേൾഡ്, പുറം ലോകം അഥവാ ഔട്ടർ വേൾഡ്. പുറം ലോകത്തെപ്പറ്റി നമുക്കൊരു ഗ്യാരണ്ടിയും പറയാനാവില്ല. നാളെ അവർ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നാളെ അവർക്ക് എന്തു തോന്നുന്നുവോ അങ്ങനെ പെരുമാറിക്കൊള്ളട്ടെ, ഞാൻ ശാന്തമായിരിക്കും എന്ന് നമുക്ക് ഗ്യാരണ്ടി നൽകാനാവുമോ? അവരുടെ റെസ്പോൺസസിന് പേഴ്സണൽ ഗ്യാരണ്ടി നൽകാൻ നമുക്കാവുമോ? എന്തുപറ്റി? ഇതിലെന്താണ് ബുദ്ധിമുട്ടുള്ളത്? ആളുകൾ അവർക്കിഷ്ടമുള്ളതുപോലെ പെരുമാറും. എനിക്കിഷ്ടമുള്ള വിധത്തിൽ അവർ പെരുമാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവർ അവരുടെ ഇഷ്ടം പോലെ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അത് ഓക്കെ ആണോ അല്ലയോ? കാരണം ഞാൻ പറയുന്നതാണ് ശരി. ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ അവർ എന്നെ അനുസരിക്കേണ്ടതല്ലേ? ഞാൻ അവരെ ഉപദേശിക്കും, എന്നാൽ അവർ കേൾക്കില്ല. അവരുടെ പെരുമാറ്റങ്ങളെപ്പറ്റി ഒരു ഉറപ്പും പറയാനാവില്ല. ഞാൻ എങ്ങനെ തിരിച്ചു പെരുമാറും എന്നതിനെപ്പറ്റി എനിക്ക് ഉറപ്പ് പറയാനാവുമോ? പറയൂ. ഉറപ്പല്ലേ? അവർ എങ്ങനെ വേണമെങ്കിലും പെരുമാറും. അവരെ പറ്റി അറിയാം. എന്നാലും അവർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല എന്ന് പിന്നെ പറയരുത്. അപ്രതീക്ഷിതമായിരുന്നു, തീരെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ജീവിതം എനിക്കായി എന്തെല്ലാം കരുതി വെച്ചിട്ടുണ്ട് എന്നതിനെപ്പറ്റി എനിക്കൊരു ഉറപ്പുമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പുറമെ എപ്പോഴും ഒരു അൺസർട്ടേണിറ്റി ഉണ്ട്. നോക്കൂ, ഹാപ്പിയായി ഇരിക്കാൻ 2 വഴികളുണ്ട്. ഇനി ഇക്വേഷൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുക. 2 ways to be happy. 1. ലോകം മുഴുവനും എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഞാൻ ഹാപ്പിയാകും. അപ്പോൾ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. 2. ഞാൻ ശരിയായ രീതിയിൽ മാത്രം എനിക്ക് പറയാനുള്ളത് പറയുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയായിരിക്കും. ഓൾവേസ്. ഇതിലേതാണ് പോസിബിൾ ആയിട്ടുള്ളത്? സെക്കൻഡ് വൺ. അപ്പോൾ പിന്നെ ആ കാര്യത്തിലേക്ക് കുറച്ച് എഫേർട്ട് ഇടുന്നതല്ലേ നല്ലത്? അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ ധാരാളം എഫേർട്ട് എടുക്കുന്നുണ്ട്, ശരിയല്ലേ? ആളുകളെയും സിറ്റുവേഷൻസിനെയും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ നമ്മൾ ധാരാളം പരിശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും അതൊന്നും ചേഞ്ച് ആയിട്ടില്ല. കാരണം അവർക്ക് ചേഞ്ച് ആവാൻ ആഗ്രഹമില്ല. അവർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അവർ അതിൽ വളരെയധികം കംഫർട്ടബിളാണ്. അവർക്ക് ശരിയാണ് എന്ന് തോന്നുന്നതൊക്കെ മറ്റുള്ളവരും ശരിവെക്കണം എന്ന് തന്നെയാണ് അവരുടെയും ആഗ്രഹം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഉപദേശിക്കാം. നമുക്ക് ആരെയും ചേഞ്ച് ചെയ്യാനോ ഫോഴ്സ് ചെയ്യാനോ കഴിയില്ല. ഇനി ഫോഴ്സ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാനാവില്ല. ഫോഴ്സ് ചെയ്യാൻ മാത്രമേ പറ്റൂ. നിങ്ങൾ എത്ര കൂടുതലായി അവരെ ഫോഴ്സ് ചെയ്യുന്നുവോ അവർ അത്രയ്ക്ക് ചേഞ്ച് ആവാതിരിക്കാനാണ് ശ്രമിക്കുക. ഫ്രസ്ട്രേഷൻ കൂടുതലാവുകയും ചെയ്യും. ഇന്ന് എന്നേക്കുമായി നമുക്കൊരു കാര്യം മനസ്സിനോട് പറയാം. ഐ കനോട്ട് ചേഞ്ച് പീപ്പിൾ. ഐ കനോട്ട് ചേഞ്ച് പീപ്പിൾ. എനിക്ക് ആരെയും മാറ്റാൻ കഴിയില്ല. മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട്, അവരെ മുന്നിൽ കണ്ടുകൊണ്ട്, അവരിൽ എന്തു മാറ്റമാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് സ്വയം പറയുക, എനിക്ക് ആളുകളെ മാറ്റാൻ കഴിയില്ല. ഐ കനോട്ട് ചേഞ്ച് പീപ്പിൾ. ഉറപ്പല്ലേ? എനിക്ക് ഉപദേശങ്ങൾ കൊടുക്കാം, അഭിപ്രായങ്ങൾ പറയാം, നിർദ്ദേശങ്ങൾ നൽകാം, ഓർഡർ കൊടുക്കുകയും ചെയ്യാം. എനിക്കവരെ ഫോഴ്സ് ചെയ്യാം, പക്ഷേ എനിക്ക് അവരെ ചേഞ്ച് ചെയ്യാനാവില്ല. ഹൂ ക്യാൻ ചേഞ്ച് ദം? അവരെ ചേഞ്ച് ചെയ്യാൻ ആർക്കാണ് പറ്റുക? അവർക്ക് മാത്രമേ അവരെ ചേഞ്ച് ചെയ്യാനാവുകയുള്ളൂ. അവർ എപ്പോഴാണ് സ്വയം ചേഞ്ച് ചെയ്യുക? അവർ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അവനവനെ ചേഞ്ച് ചെയ്യുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ അവർ ചേഞ്ച് ആവുകയുള്ളൂ. അവർ ചേഞ്ച് ആവുന്നതുവരെ ഞാൻ എന്താണ് ചെയ്യുക? അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ചേഞ്ച് ആവുക തന്നെ ചെയ്യും. എന്നാൽ അതുവരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതുവരെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതുവരെ എനിക്ക് ടോട്ടൽ കൺട്രോളുള്ള ഒരാളെ ചേഞ്ച് ചെയ്യുന്നതിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം. ആളുകളെ മാറ്റുന്നത് വളരെ ഈസിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നിട്ട് എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലല്ല എന്നും പറയുന്നു. എനിക്ക് മറ്റുള്ളവരുടെ മനസ്സുകളെ കൺട്രോൾ ചെയ്യാനാവും. എന്നാൽ സ്വന്തം മനസ്സിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇക്വേഷൻ തന്നെ റോങ് ആയി മാറി. നമുക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് കൺട്രോൾ ഉണ്ട് എന്ന് നമ്മൾ പറയാൻ തുടങ്ങി. എനിക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെ ഞാൻ കൺട്രോൾ ഇല്ല എന്നും പറയാൻ തുടങ്ങി.